ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത് 2 വർഷത്തിനകം 1000 കപ്പലുകൾ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു. MSC മദർഷിപ്പായ ലൂസിയാനയാണ് ഇന്ന് വിഴിഞ്ഞത്തെത്തിയത്. തലയെടുപ്പോടെ ചരിത്ര നേട്ടത്തിലാണ് വിഴിഞ്ഞം. ആദ്യ കപ്പലെത്തി 713 ദിവസം 1000ാമത്തെ കപ്പലും വിഴിഞ്ഞം തീരത്തെത്തി. MSC ലൂസിയാന. എത്തിയതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യുന്ന കപ്പലുകളുടെ എണ്ണം 1000-ലെത്തി. വാട്ടർ സല്യൂട്ട് നൽകിയാണ് ലൂസിയാനയെ പോർട്ടിലേക്ക് സ്വീകരിച്ചത്. വി.ഡി. സതീശൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്രയിലൂടെ വിഴിഞ്ഞം ഗേറ്റ്വേ തുറക്കുവാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തുമെന്ന് പോർട്ട് MD ജെറോമിക് ജോർജ്. ഇന്ത്യയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ആണ് 1000 കപ്പലിലേക്ക് എത്തിയത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്ര ഫാസ്റ്റായിട്ടും അതുമാത്രമല്ല വളരെ എഫിഷ്യൻ്റായിട്ടും. ബിക്കോസ് മറ്റേ തുറമുഖം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്ര അൾട്രാ ലാർജ് വെസൽസ് വരാറില്ല. കഴിഞ്ഞ മാസം തന്നെ നമ്മളൊരു 7 അൾട്രാ ലാർജ് വെസൽസ് ഇവിടെ ഹാൻഡിൽ ചെയ്തിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു അറൗണ്ട് 40 to 50 അൾട്രാ ലാർജ് വെസൽസ് ചെയ്തിട്ടുമുണ്ട് ഈ ആയിരത്തിൽ തന്നെ. സോ അത് തന്നെ ഒരു റെക്കോർഡാണ്. 2024 ജൂലൈ 18-ാം തീയതിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ബർത്ത് ചെയ്യുന്നത്. 2ാം ഘട്ട നിർമ്മാണങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ തുറമുഖം കൈവരിച്ചിരിക്കുന്നത് വലിയ നേട്ടമാണ്. 2026 തന്നെ 400 മീറ്റർ ബെർത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ സ്ഥിര കപ്പൽ സർവീസുകൾ വിഴിഞ്ഞത്തെ തേടിയെത്തും. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.